ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 40 kg നിന്ന് 52 kg ഞാൻ എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ നടന്നതിനെ കുറിച്ച് കാര്യങ്ങളാണ്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് 40 kg ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത്യാവശ്യം നമ്മൾ പഠിക്കേണ്ട ഇത് പിന്നെ ട്രാവലിങ് അങ്ങനെയൊക്കെ കാരണം എനിക്ക് അതിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊന്നും നോക്കാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ചായിട്ട് ഞാൻ ഹെൽത്തൊക്കെ നോക്കി കുറച്ച് ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ സ്ക്രീനിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അത് നോക്കി മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു ഫുഡ് കഴിച്ചു നോക്കുക, അതിന് നമുക്ക് ഉച്ച വരെ അതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഒരു സ്നാക്കായിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കുക. ഒരു ഹെൽത്തി ആയിട്ടുള്ളത് വേണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മുടെ ഉച്ച തൊട്ട് ഒരു വൈകുന്നേരത്തിനുള്ളിൽ ഒരു സ്നാക്ക് ഒരു എന്തെങ്കിലും നമുക്ക് നമുക്ക് ഇരുന്നുകൂടാ. നമ്മൾ അധികം ഓവറായിട്ട് നമ്മൾ ഈ കാലത്ത് ഉച്ചയ്ക്ക് രാത്രി കഴിക്കരുത്. ഒരു മിനിമം ഒരു രീതിയിൽ കഴിക്കുക. നമ്മളിങ്ങനെ രാത്രി ഓവറായിട്ടും കഴിക്കരുത്. അപ്പം നമുക്ക് ഈ ഡൈജഷൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ രാവിലെ കൂടുതൽ കഴിച്ചാലും ഉച്ചയ്ക്കും അത്യാവശ്യം കുഴപ്പമില്ല, കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ല. രാത്രി പക്ഷേ നമ്മൾ അധികം കൂടുതൽ കഴിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓവർ വെയിറ്റ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫിഷ് ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, എഗ്സ് ആയിക്കോട്ടെ, നട്ട്സ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും ശരി ഒക്കെ ഒരു അളവിൽ കൂടുതൽ നമ്മൾ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പം ഞാൻ കോളേജിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട്സുകൾ തമ്മിൽ തന്നെ സംസാരിക്കും. നമുക്ക് കുറേ പേർക്കൊക്കെ തടിയില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്തൊക്കെ കഴിക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ പറയണത് നമ്മൾ ഈ പഴങ്കഞ്ഞി കഴിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. തടി വെക്കാനായിട്ട് പഴങ്കഞ്ഞി കഴിക്കും, രാവിലെ ചോറ് കഴിക്കും, പഴങ്കഞ്ഞി കഴിക്കും, പിന്നെ പാല് കുടിക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയാറുണ്ട്. നമ്മളിങ്ങനെ നല്ല ഫുഡുകൾ കഴിച്ചാൽ തന്നെ നമുക്ക് ഏകദേശമൊക്കെ വണ്ണം വയ്ക്കാവുന്നതാണ്. ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ എനിക്ക് അധികം തടി വെക്കില്ല. ഞാൻ എന്ത് കഴിച്ചാലും എനിക്ക് തടി വെക്കില്ല. അങ്ങനെയായിരുന്നു. ഞാൻ കുറേ കഴിക്കുകയാണെങ്കിൽ പോലും എനിക്ക് ഒട്ടും തടി വെക്കില്ല. ഫാമിലിയിലുള്ള മറ്റു ആൾക്കാരെ അത്രയും ഫുഡ് ചിലപ്പോൾ ഞാൻ കഴിക്കുമായിരിക്കും, പക്ഷെ ഇനി ഒരിക്കലും തടി വെക്കില്ല. അങ്ങനത്തെ ഒരു ബോഡി നേച്ചറായിരുന്നു. പയ്യെ പയ്യെ ആ ബോഡി നേച്ചർ എനിക്ക് മാറി തുടങ്ങി. പക്ഷെ ഒരു ദിവസം കൂടുതൽ ഭക്ഷണം കഴിക്കുമെന്ന് വയ്ക്കാം. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം പിന്നെ നമ്മൾ കഴിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പുണ്ടായിരുന്ന അതേ വെയിറ്റിലേക്ക് തന്നെ എനിക്ക് പിന്നെയും പോകും. അപ്പോൾ എനിക്കങ്ങനെ ഓവർ വെയിറ്റ് ആവുക അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്കത് എൻ്റെ വെയിറ്റ് എനിക്ക് ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കാറുണ്ട്. ഈ ഫാസ്റ്റ് ഫുഡുകൾ കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ പോലും നമുക്ക് വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമുക്ക് ഏറ്റവും വലുത്. ഈ അൽഫാം കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ മുമ്പൊരു ഈ അടുത്ത് തന്നെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഒരു ആക്ടറിന് അദ്ദേഹം ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ അൽഫാം കഴിച്ചുകൂടെ ആൾക്ക് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കരിഞ്ഞ ഭാഗങ്ങളാണ് കൂടുതൽ കഴിക്കുക എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഈ കരിഞ്ഞ ഭാഗമൊന്നും ഉള്ള അൽഫാമും കഴിക്കുന്നതോടെ അദ്ദേഹത്തിന് ക്യാൻസർ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ഹെൽത്തി ആയിട്ട് 60 അടുത്തുണ്ടായിരുന്നു. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 52 ആയി. പിന്നെ അത് പയ്യെ 50 വന്നു തുടങ്ങി കേട്ടോ. ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അധികം കുറയ്ക്കാനേ പറ്റില്ല. നല്ല ഹെൽത്തിയുള്ള ഫുഡ് കഴിക്കണം. ഇനി കുഞ്ഞിനെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ ഈ കുഞ്ഞിൻ്റെ പിന്നാലെ കിടന്ന് ഓട്ടവും ചാട്ടും ബഹളമൊക്കെ ആയിരുന്നു. നമ്മുടെ തടി പിന്നെ പയ്യെ കുറയും നമ്മൾ ഹെൽത്ത് നോക്കിയില്ലേ. ഈ കുഞ്ഞിൻ്റെ പിന്നാലെ ഓടുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത് പോക്കാണ്. അപ്പോൾ ഏകദേശം നല്ല ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യമായിട്ടിരിക്കുക. അപ്പം നമ്മൾ ഈ അടുത്ത ടോപ്പിക്കായിട്ട് ഇനി വേണ്ടി വരാൻ സത്യം പറഞ്ഞാൽ എന്ത് ടോപ്പിക്കാണ് എടുത്ത് നമ്മളിനി ചെയ്യേണ്ടതെന്ന് കൂടുതൽ കൺഫ്യൂഷനിലാണ് സത്യം പറഞ്ഞാൽ ഞാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും സജഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് റെക്കമെൻഡ് ചെയ്തിരുന്നെങ്കിൽ അതുപോലത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.